വിരലിലെണ്ണാവുന്ന ആളുകൾക്കറിയാവുന്ന കുറച്ച് മാധ്യമപ്രവർത്തകർ മാത്രമേ കേരളത്തിലുള്ളൂ. അതിലൊരാളാണ് പ്രശാന്ത് രഘുവംശം. മിക്കവാറും ട്രോളുകളിലൊക്കെ അദ്ദേഹം നിറയാറുണ്ട്. ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം ഏഷ്യാനെറ്റിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി ഏഷ്യാനെറ്റിൻ്റെ ബ്യൂറോ ചീഫ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഈ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായൊക്കെ വാർത്തകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെതിരെ പലപ്പോഴും ട്രോളുകളൊക്കെ വന്ന് നിറയാറുണ്ട്. അതൊന്നും പ്രശാന്ത് രഘുവംശം എന്ന മാധ്യമപ്രവർത്തകർ, സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു വാർത്ത, അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാത്രി 2:30 അദ്ദേഹം കുളിക്കുകയായിരുന്നു. ആ സമയത്താണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പട്ടാള മേധാവി തന്നെ വിളിച്ചറിയിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പം നീന്തെന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണ് എന്നൊരർത്ഥം കൂടി ഹിന്ദിയിലും ഉറുദുവിലും ഉണ്ട്. നീന്ത എന്ന് പറഞ്ഞാൽ, പക്ഷേ സ്വിമ്മിങ് നടത്തുകയായിരുന്നു എന്നുള്ളത് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. അദ്ദേഹം അത് കൃത്യമായി താൻ നീന്തുകയായിരുന്നു, അതായത് ഷഹബാസ് ഷെരീഫ് നീന്തുകയായിരുന്നു. ആ സമയത്താണ് താൻ അറിയുന്നത് ഇത്തരമൊരു ആക്രമണം ഇന്ത്യ നടത്താൻ പോകുന്നു എന്നുള്ളത്, രാത്രി 2:30 മണിക്ക്. ഇതിനെ നീന്തെന്ന് പറഞ്ഞാൽ ഉറക്കമെന്ന് പോലും അറിയില്ലേ, രാത്രി 2:30 മണിക്ക് കുളിക്കാൻ പോവുകയാണോ, സ്വിമ്മിങ് നടത്തുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടും ട്രോളിക്കൊണ്ടും നിരവധി പേർ രംഗത്തെത്തി. പക്ഷേ എല്ലാവരും നാണം കെട്ട് നാറിപ്പോയി. അതായത് വ്യാജ പ്രചരണം നടത്തുകയും വ്യാജ ട്രോളുകൾ ഇറക്കുകയും ചെയ്യുന്നവരുടെ അണ്ണാക്കിൽ കിട്ടിയിരിക്കുകയാണ് നല്ല ഒന്നാം തരം മറുപടി. പ്രശാന്ത് രഘുവംശം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ മറുപടി ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു രസകരമായ കാര്യം. അതായത് ഇന്ത്യയുടെ ബലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് പുലർച്ചെ 2:30 സൈനിക മേധാവി അസീം മുനീറിന്റെ കോൾ വന്നപ്പോഴാണ് താൻ അറിഞ്ഞത് എന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇസ്ലാമാബാദിൽ ഒരു പരിപാടിയിൽ പറഞ്ഞത്. നൂർഖാൻ വ്യോമതാവളത്തിൽ ആക്രമണം ഉണ്ടായതായി താൻ അറിഞ്ഞതും അപ്പോഴെന്നാണ് പാക് പ്രധാനമന്ത്രി പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുമായുള്ള വെടിനിർത്തലിനെ കുറിച്ച് താൻ അറിഞ്ഞത് രാവിലത്തെ നീന്തലിനിടയിലാണെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. രാവിലെയാണ് ഞാൻ നീന്തുന്നതിനിടെ ഫോൺ വന്നു, അസീം മുനീറിന്റെ കോളായിരുന്നു. ഇന്ത്യക്ക് നമ്മൾ ശക്തമായ മറുപടി നൽകി കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ അവർ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു. ഇങ്ങനെയാണ് വാർത്ത വന്നത്. എന്നാൽ ഇന്ത്യ പാക് വെടിനിർത്തലിനെ കുറിച്ച് താൻ അറിഞ്ഞത് പുലർച്ചെ നീന്തുമ്പോഴായിരുന്നു എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഡൽഹി റെസിഡന്റ് എഡിറ്റർ പ്രശാന്ത് രഘുവംശം റിപ്പോർട്ട് ചെയ്തതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും ട്രോളുകളും അടക്കം സൈബർ ആക്രമണമാണ് ഉണ്ടായത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നീന്ത് എന്നാണ് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കള്ളപ്രചരണം. നീന്ത് എന്നാൽ ഹിന്ദിയിലും ഉറുദുവിലും ഉറങ്ങുക എന്നാണ് അർത്ഥം. ഇത് തെറ്റായി വ്യാഖ്യാനിച്ചെന്നാണ് സൈബർ ഇടങ്ങളിൽ പറയുന്നത്. ഇക്കാര്യത്തിൽ പ്രശാന്ത് രഘുവംശം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ എങ്ങനെ നിലവിൽ വന്നു എന്ന് വിശദീകരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. 2 കാര്യങ്ങൾ ഷഹബാസ് ഷെരീഫ് പറയുന്നു. ഒന്ന്, 2:30 തന്നെ കരസേന മേധാവി ജനറൽ അസീം മുനീർ വിളിച്ച ഇന്ത്യ നൂർഖാൻ താവളത്തിലടക്കം മിസൈൽ അയച്ചു എന്നറിയിച്ചു. 2, പുലർച്ചെ ഫജ്ർ പ്രാർത്ഥനയ്ക്ക് ശേഷം നീന്തുകയായിരുന്ന സമയത്ത് 2ാമത്തെ ഫോൺ വന്നു, വെടിനിർത്തലിനുള്ള ശുപാർശ വന്നു എന്നാണ് സേനാ മേധാവി അസീം മുനീർ താൻ നീന്തുകയായിരുന്ന സമയത്ത് വീണ്ടും വിളിച്ചറിയിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി ഞാൻ നൽകിയ റിപ്പോർട്ടിലും 2:30 ആദ്യ വിളിയും പിന്നീട് പാക് പ്രധാനമന്ത്രി നീന്തുന്ന സമയത്തുള്ള 2ാമത്തെ വിളിയും കൃത്യമായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വിമ്മിംഗ് എന്ന ഇംഗ്ലീഷിൽ തന്നെയാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിൻ്റെ വീഡിയോ ലിങ്കിൽ കാണാം. പാക് പ്രധാനമന്ത്രി പറഞ്ഞത് റിപ്പോർട്ട് ചെയ്ത വീഡിയോയും ഒപ്പമിടുന്നു. നീന്ത്, ഉറക്കം എന്ന വാക്ക് തന്നെ പ്രധാനമന്ത്രി ഉപയോഗിച്ചിട്ടില്ല. സ്വിമ്മിംഗ് എന്ന വാക്ക് കൃത്യമായി ഉപയോഗിക്കുന്നു. നീന്ത് എന്ന് പറഞ്ഞതിനെ നീന്തൽ എന്ന് തർജ്ജിമ ചെയ്ത റിപ്പോർട്ട് ചെയ്തതായി ട്രോളുകൾ ഉണ്ടാക്കി മുഖമില്ലാത്ത ഭീരുക്കളും മുഖമുള്ള വ്യാജന്മാരും പ്രചരിപ്പിക്കുന്നത് കണ്ടു. വെറുതെ ഒന്ന് സുഖം കിട്ടാനാണെങ്കിലും നീന്ത് കിട്ടാനാണെങ്കിലും സ്ഥിരം ട്രോളർമാരിൽ ഒരു വിഭാഗം ചില വ്യാജ നിർമ്മിതിക്കാരും വ്യാപകമായി കള്ളം പ്രചരിപ്പിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഈ വിശദീകരണം. നിയമ നടപടി വേറെ എടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളും ഇന്നലെ ഈ ട്രോളുമായി ബന്ധപ്പെട്ട വാർത്ത കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളിത് എന്താ പറയുക, നാഷണൽ മീഡിയസിലൊക്കെ നോക്കിയപ്പോൾ
നാഷണൽ മീഡിയയിൽ അടക്കം സ്വിമ്മിങ് എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അവരുടെ ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന രാത്രി കഴിഞ്ഞിട്ട് 2:30 ആയപ്പോൾ അദ്ദേഹം അദ്ദേഹം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയായിരുന്നു. അതാണ് സംഭവം. അത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ആ സമയത്താണ് അദ്ദേഹം, അതായത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്, ഞാൻ രാത്രി 2:30 സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, നീന്തിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ പാക് പട്ടാള മേധാവി അസീം മുനീർ വിളിച്ചിട്ട് വെടിനിർത്തൽ അത് ആവശ്യപ്പെടുകയായിരുന്നു. അത് ഞാൻ കൃത്യമായി കേട്ടു എന്നുള്ളത് അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ചടങ്ങിൽ, ഇസ്ലാമാബാദിൽ, പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. അത് കൃത്യമായി പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്നത്, അദ്ദേഹം ഡൽഹിയിലെ റെസിഡൻസ് എഡിറ്ററാണ്, എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് പ്രശാന്ത് ഏട്ടൻ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് വർഷമായി അദ്ദേഹം ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ ഡൽഹിയിൽ ജോലി ചെയ്ത് ഇംഗ്ലീഷും ഹിന്ദിയും മറ്റ് ഭാഷകളും ഒക്കെ കൃത്യമായി കൈകാര്യം ചെയ്ത് വാർത്തകൾ ചെയ്യുന്ന ഒരു മികച്ച മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. അതായത് കൂകി വിളിക്കാതെ, പിന്നെ ആവേശവും ആർത്തുല്ലസിച്ചുകൊണ്ട് ആവേശം കാണിച്ച് ന്യൂസ് ചാനലിനെ പൂരപ്പറമ്പാക്കാതെ മിതത്വം പാലിച്ചുകൊണ്ട് മിതമായ രീതിയിൽ, എന്നാൽ അതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് കൃത്യമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു മികച്ച മാധ്യമ പ്രവർത്തകനാണ് പ്രശാന്ത് രഘുവംശം. ചില കാര്യങ്ങളിൽ അദ്ദേഹത്തോടൊരു വിയോജിപ്പുണ്ട്. ചില വാർത്തകൾ പറയുന്ന കാര്യത്തിൽ, ചില വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഏത് മാധ്യമ പ്രവർത്തകർക്കും ചില മാധ്യമ പ്രവർത്തകരോടൊക്കെ വിയോജിപ്പ് കാണും. ഇപ്പോൾ എന്നോടൊക്കെ വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ട്. അത് കമൻറ്റിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പലതും നമ്മൾ തിരുത്താൻ ശ്രമിക്കാറുണ്ട്, നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ് എങ്കിൽ. പക്ഷേ ഇതൊരു തെറ്റല്ല. അദ്ദേഹം കൃത്യമായി എല്ലാ റിസർച്ച് ചെയ്ത് പഠിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞ വീഡിയോകളെല്ലാം അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്, ഇനി ഏതൊക്കെ ചാനലുകൾ നമ്പർ 1 എന്ന് പറഞ്ഞാലും, ഏതൊക്കെ ചാനലുകളിൽ ഇരുന്ന് ഉളത്തരം പറഞ്ഞത് നമ്പർ 1 ആക്കിയാലും ഏഷ്യാനെറ്റിനപ്പുറം ഒരു ചാനലുകളും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം സത്യസന്ധമായ വാർത്തകൾ പലപ്പോഴും തെറ്റുപറ്റാതിരിക്കില്ല. തെറ്റുപറ്റാത്ത ആരും ഇല്ല എന്നത് ആദ്യം മനസ്സിലാക്കുക. ചില തെറ്റുകൾ അവർക്കും പറ്റിയിട്ടുണ്ടാവും. പക്ഷേ 100-ൽ ഒരു 95% വാർത്തകളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത് മികച്ച രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അവരിപ്പോഴും സത്യസന്ധമായി തന്നെയാണ് അവർ വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. പല ആളുകളും മറ്റ് ചാനലുകൾ വയ്ക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ മറ്റ് ചാനലുകൾ വയ്ക്കുമ്പോൾ പറയുന്ന കേൾക്കാം, എൻ്റെ അമ്മയൊക്കെ പറയുന്നത്, കഥ മാറ്റിയിടാ, ഏഷ്യാനെറ്റ് ന്യൂസ് വെച്ചേ, വാർത്ത എന്താണെന്ന് കേൾക്കട്ടെ. കാരണം ഏഷ്യാനെറ്റ് ന്യൂസാണ് സത്യസന്ധമായ വാർത്തകൾ പറയുന്നതെന്നാണ് അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും ചാനലിൻ്റെ എന്താ പറയുക ക്രെഡിബിലിറ്റിയെ മോശപ്പെടുത്താനും പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്ന മികച്ച എഡിറ്ററെ, അദ്ദേഹത്തിൻ്റെ കരിയറിനെ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മാധ്യമ പ്രവർത്തനത്തിൽ ചില വിള്ളലുകൾ വരുത്താനും ഒക്കെ കുറേ എന്താ പറയുക ഈ മുഖംമൂടി ഇല്ലാത്തതുമായ കുറേ നാളുകൾ ശ്രമിക്കുക. അതൊന്നും ശ്രദ്ധിക്കാതെ പോകുക എന്നുള്ളതാണ്. കാരണം നീന്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവന്മാരാണ് ഈ കടന്ന് എന്താ പറയുക സ്വിമ്മിങ്, നീന്തുക എന്നുള്ളതും നീന്തെന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നുള്ളതും മനസ്സിലാക്കാത്തവന്മാരാണ് ഈ കടന്ന് തിളയ്ക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ഇവന്മാരെ ഒന്നും മൈൻഡേ ചെയ്യേണ്ട. പ്രശാന്ത് ഏട്ടാ, നിങ്ങൾ ആൾ പുലിയാണ്, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വെക്കോ.